ഹലോ, വെൽക്കം ടു മൈ ലൈഫ് ബ്ലോഗ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സൺസ്ക്രീൻ റിവ്യൂ ആണ്. ഇന്ന് ഞാൻ 3 ബ്രാൻഡാണ് റിവ്യൂ ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 3 സൺസ്ക്രീൻസ് ആണിത്. ഒന്ന് അക്വലോജിക്കയുടെ ഗ്ലോ പ്ലസ് സൺസ്ക്രീൻ, പിന്നെ ഉള്ളത് നമ്മളുടെ മിനിമലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ, പിന്നെ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ സ്റ്റിക്കാണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഈ 2 സൺസ്ക്രീൻ. ഇതൊരു സ്റ്റിക്ക് സൺസ്ക്രീനാണ്. നമുക്കിത് റീഅപ്ലിക്കേറ്റർ ആയിട്ട്, അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഒരു 2 hours 3 hours ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള സൺസ്ക്രീൻ സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ അക്വലോജിക്ക ഗ്ലോ പ്ലസ് സൺസ്ക്രീൻ നോക്കാം. ഇത് നമുക്ക് SPF 50+ ഉണ്ട്, അതുപോലെ PA+++, 4+ ഉണ്ട്. ഓക്കെ, ഇതിൽ സൺസ്ക്രീൻ മാത്രമല്ല, അതിൽ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ C എക്സ്ട്രാക്റ്റ് ഉണ്ട്. സോ ഇതൊരു ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിലുള്ള മിനിമലിസ്റ്റിൻ്റെ ഇതിലവർ SPF 60 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോർമലി എല്ലാ ബ്രാൻഡിലും SPF 50 ആണ് പറയുന്നത്. ഇതിൽ പക്ഷേ മിനിമലിസ്റ്റിൽ തന്നെ SPF 50യുടെ നമുക്ക് അവൈലബിൾ ആണ്, SPF 60 ഉണ്ട്. ഇത് SPF 60 ഉള്ള സൺസ്ക്രീനാണ്, അതുപോലെ തന്നെ PA++ ഉണ്ട്. ഓക്കെ, ഇതിലും ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ E, അതുപോലൊരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനാണ് ആണിത്. ഓക്കെ, അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മളുടെ അക്വലോജിക്കയുടെ സൺസ്ക്രീനും മറ്റേ സൈഡിൽ നമ്മളുടെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനുമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആവും, അത്ര ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലാണിത് നന്നായിട്ട് ബ്ലെൻഡ് ആവുള്ളൂ. നമ്മൾ എല്ലാ ഏരിയയിലും നമ്മൾ നന്നായിട്ട് സൺസ്ക്രീൻ എത്തണം, എന്നാലേ നമുക്ക് ആ ഒരു കവറേജ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒട്ടും പിശുക്കാതെ നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നോക്കാം. 2 finger റൂളെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ, എന്നാലും കുഴപ്പമില്ല. 2 to 3 minutes ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ബ്ലെൻഡ് ആവും. നീട്ട് ഉരയ്ക്കരുത്, എപ്പോഴും നമുക്ക് പയ്യെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കുറച്ചൊരു ഗ്ലോയി ഫിനിഷാണിത്. പേര് പോലെ തന്നെ ഒരു ഗ്ലോ പ്ലസ്, ആ ഒരു പേര് പോലെ തന്നെ ഒരു ഗ്ലോ ഫിനിഷ് തരുന്ന ഒരു സൺസ്ക്രീനാണ്. ഒരു ഗ്ലോ. ഒരു 2 to 3 minutes കൊണ്ടാണ് എനിക്കിത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയത്. ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം. എനിക്കിഷ്ടമാണ്. ഇനി നമുക്ക് മിനിമലിസ്റ്റ് നോക്കാം. ഇപ്പോഴത്തെ സൈഡിൽ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ്. കഴിയാനായി, ഞാൻ ഉപയോഗിച്ച് മുഴുവൻ തീർന്നു. ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി തിരി ബാക്കി വെച്ചിരുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ സൈഡിൽ 2 finger റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു ഫിംഗറിൽ അപ്പുറത്തും വെളിയിലായിട്ട് ഒരു ഫിംഗറിൽ ഞാൻ അപ്പുറത്തും മറ്റേ ഒരു ഫിംഗറിൽ എടുത്ത് ഫേസിൻ്റെ ഈ ഒരു സൈഡിലാണ് ഞാൻ എടുക്കുന്നത്. എക്കോളജിക്കൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. എക്കോളജിക്കൽ കുറച്ചുകൂടി ഒരു ലൈറ്റ് വെയ്റ്റ്, ഒരു ഡൂയി ഫിനിഷാണ്, കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു. കുറച്ച് ടൈം എടുക്കും നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. കൂടിപ്പോലൊക്കെ തോന്നും, പക്ഷേ നമുക്ക് വേണം. 2 finger റൂൾ എന്ന് പറയുന്നത് ഒരു 1 finger തന്നെ ഇവിടെ എടുത്ത് 1 finger തന്നെ ഞാൻ എടുത്ത് ബ്ലെൻഡ് ചെയ്യുകയാണ്. അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്.
ഓക്കെ ഓക്കെ അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ മിനിമലിസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കാണാൻ മനസ്സിലാവും, കാസ്റ്റ് ഇല്ല എന്നാലും ഈ സൈഡിൽ ഇങ്ങനെ എക്കോളജിക്ക് ഇവിടെ നമുക്കൊരു ഗ്ലോയി ഒരു ഫിനിഷാണ്, ഒരു ഗ്ലോയി ഫിനിഷാണ് നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നത് എക്കോളജിക്ക്. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്ലോയി ഫിനിഷ് ഇല്ല, പക്ഷേ ക്രീമി ടെക്സ്ചറാണ്, കുറച്ച് ഹെവി ഫീലാണ് നമുക്കിവിടെ. ഇപ്പോഴത്തെ കുറച്ചുകൂടി ഒരു ലൈറ്റ് വെയിറ്റ് നമുക്ക് ഇട്ടിട്ടുണ്ടെന്നേ അറിയാം. അപ്പോൾ ഒരു സൈഡായിരുന്നു നമ്മൾ എക്കോളജിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴത്തെ സൈഡ് നമ്മൾ മിനിമലിസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ബേസിക്കലി 2 സൺസ്ക്രീനും എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അക്കലോജിക്കാണ് കുറച്ചുകൂടി നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു ഭയങ്കര കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസി, ലിക്വിഡ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഒരു 2 to 3 minutes എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അത് ബ്ലെൻഡ് ആവുന്നുണ്ട്, നല്ല രീതിയിൽ നമുക്കത് ബ്ലെൻഡ് ആവും, നമുക്കത് പെട്ടെന്ന് തന്നെ അബ്സർവ് ആവുകയും ചെയ്യും. നമുക്ക് ലാസ്റ്റ് ഒരു ഗ്ലോയി ഒരു ഡ്യൂയി ഫിനിഷ് നമുക്ക് കിട്ടും, നമുക്കത് ആ ഒരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മിനിമലിസ്റ്റ് നോക്കുന്ന സമയത്ത് കുറച്ചൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്, കുറച്ചുകൂടെ ടൈം എടുക്കുക ഒന്ന് ബ്ലെൻഡായി വരാൻ. അപ്പം നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് നിന്ന് ബ്ലെൻഡ് ചെയ്താലേ അത് ബ്ലെൻഡ് ആകത്തുള്ളൂ. ഒരു 5 minutes എന്തായാലും വേണം, കുറച്ചൊന്ന് ബ്ലെൻഡായി വരാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കും. ഓക്കെ, പക്ഷേ പിന്നെ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എക്കോളജിക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹെവി ഫീലാണ് എപ്പോഴും നമുക്ക് മിനിമലിസ്റ്റ് ഇടുന്ന സമയത്ത്. പിന്നെന്താണ് ഒരു മിനിമലിസ്റ്റിന് ഒരു ഡ്രോബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്വെറ്റ് ആവുകയാണെങ്കിൽ, ഭയങ്കരമായിട്ട് നമ്മൾ സ്വെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ആ ഒരു ക്രീം പോലെ ഇങ്ങനെ ഒലിച്ചിറങ്ങും. പക്ഷേ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അങ്ങ് വെയിലുകൊണ്ട് പെട്ടെന്ന് സ്വെറ്റ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ അത് ഒരു ഡ്രോബാക്കാണ് ഒരു മിനിമലിസ്റ്റിൻ്റെ. പക്ഷേ അതേസമയം എക്കോളജിക്ക് അത്രയില്ല, ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ആക്ച്വലി എക്കോളജിക്ക്. ഓക്കെ, പിന്നെ എൻ്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് ഇത് 599 ആണ് എക്കോളജിക്കയുടെ. മിനിമലിസ്റ്റിൻ്റെ വന്നിട്ട് 531 ആണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി നോക്കിയപ്പോൾ കണ്ടത്. ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ടാഗ് ചെയ്തേക്കാം. ഓക്കെ, ഇത് വന്നിട്ട് 50 ഗ്രാമേ ഉള്ളൂ. ആൻഡ് എക്കോളജിക്ക വന്നിട്ട് 80 ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്നത്. പിന്നെ ഇതിൽ രണ്ടിലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനൊരു 15 minutes മുന്നേ അപ്ലൈ ചെയ്യണം എന്നാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്, എന്നാലും അതിൽ കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എക്കോളജിക്കാണ്. പിന്നെ മിനിമലിസ്റ്റിൽ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഇല്ല, എന്നാലും നമുക്ക് ക്യാമറയിൽ നോക്കി അറിയുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ വൈറ്റ് കാസ്റ്റ് നമുക്ക് മിനിമലിസ്റ്റിനുണ്ട്. അപ്പോൾ എക്കോളജിക്കാണ് കുറച്ചുകൂടി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ സൺസ്ക്രീൻ സ്റ്റിക്കാണ്. ഇത് ഡെർമാക്കോ എന്നുള്ള ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്കാണ്. എന്തായാലും ഉപയോഗിച്ച് അത് മുഴുവനും തീർന്നു പോയി, ഇതിനകത്തൊന്നും ഇല്ല. നമുക്കിവിടെ ഈ താഴെ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മൾ ലിപ് ബാമൊക്കെ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. ഇതിപ്പോൾ ഉപയോഗിച്ച് മുഴുവൻ തീർന്നു. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് സോപ്പൊക്കെ പോലെ സ്റ്റിക്കി ആയിട്ട് ഇടയ്ക്ക് ഉണ്ടാവുക. അപ്പം നമ്മൾ പുറത്തേക്കൊക്കെ പോയി അത്യാവശ്യം നല്ല വെയിലുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ സൺസ്ക്രീനൊക്കെ കൊണ്ട് പുറത്ത് പോയി അത് റീഅപ്ലൈ ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്, നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഈ സൺസ്ക്രീൻ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സൺസ്ക്രീൻ പൗഡർ ഉണ്ട്, അങ്ങനെ സൺസ്ക്രീൻ സ്പ്രേ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ സ്റ്റിക്ക്. ഇതും SPF 60 ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. SPF 60 ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ ഹെലറോണിക് ആസിഡ് ഉണ്ട്, സെറാമൈഡ്സ് ഉണ്ട്, അതുപോലെ SPF 60 and PA 4+ ഉണ്ട്. ഇത് 20 ഗ്രാമിൻ്റെ ഒരു പാക്കേജ് ആയിരുന്നു. ഇതിന് ഞാനൊരു 1 year ബാക്കാണ് വാങ്ങിയത്. അന്ന് വാങ്ങിയപ്പോൾ ഇതിന് 599 ആയിരുന്നു എൻ്റെ റേറ്റ്. ഇപ്പോഴത്തെ റേറ്റ് എനിക്കറിയില്ല. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതും ഒരു റീആപ്ലിക്കേഷന് വേണ്ടി, ഇത് ആക്ച്വലി ഈ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്, അത് തന്നെയാണ് അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം റീഅപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ഭയങ്കര ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇത് തീർന്നു പോയി, റീപർച്ചേസ് ചെയ്യണം. പക്ഷെ എനിക്ക് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഈസിലി നമുക്കിത് എടുത്ത് നമുക്ക് മുഖത്ത് എന്തൊക്കെ മേക്കപ്പ് ഉണ്ടെങ്കിലും അത് പ്രശ്നമില്ല, ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടും സ്റ്റിക്കി അല്ല, ഒട്ടും വൈറ്റ് കാസ്റ്റ് തരത്തില്ല, ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല.
ജസ്റ്റ് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.